ആർഎസ്എസിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ മൃദു ഹിന്ദുത്വ നിലപാട് മാത്രമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം. ഇത്തരക്കാരെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചാൽ പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതിനേക്കാൾ വക്രീകരിച്ചതും ഭയാനകരവുമായ നിയമങ്ങളായിരിക്കുമെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. പൗരത്വ നിയമത്തിനെതിരെ LDF നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എളമരം കരീം MP. സാഹിബിന്റെയും ഗാലപ്പജുടെയും സഖാക്കൾ കൃഷ്ണപിള്ളയുടെയും സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമരകേന്ദ്രമായിരുന്ന കോഴിക്കോടിന്റെ സമര പാരമ്പര്യവും ഐക്യവും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന പ്രതിഷേധത്തിനാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം MP നയിച്ച LDF നൈറ്റ് മാർച്ചിലൂടെ കോഴിക്കോട് വേദിയായത്. RSSന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ മൃദു ഹിന്ദുത്വ നിലപാട് മാത്രമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ഇത്തരക്കാരെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയച്ചാൽ പാർലമെന്റിൽ ഉണ്ടാവാൻ പോകുന്നത് ഇതിനേക്കാൾ വക്രീകരിച്ചതും ഭയാനകവുമായ നിയമങ്ങളായിരിക്കുമെന്നും എളമരം കരീം പറഞ്ഞു. RSSന്റെ തീവ്ര വർഗീയ നിലപാടിനെതിരെ മൃദു നിലപാട് മാത്രമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ കോൺഗ്രസിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനോ മതനിരപേക്ഷത സംരക്ഷിക്കാനോ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരക്കാരെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചാൽ പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്ന നിയമങ്ങൾ ഇതിനേക്കാൾ വക്രീകരിച്ചതും ഇതിനേക്കാൾ ഭയാനകവുമായിരിക്കും. ഇന്ത്യയിൽ പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും എന്നാൽ തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ പോലും പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ലെന്നും എളമരം കരീം പറഞ്ഞു. BJPയും RSSും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മതാധിഷ്ഠ രാഷ്ട്രം എന്ന സങ്കല്പത്തെ വാക്കുകൊണ്ടുപോലും എതിർക്കാൻ കഴിയാത്ത ഭീരുക്കളാണ് കോൺഗ്രസ് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച നൈറ്റ് മാർച്ചിൽ നിരവധി ജനങ്ങൾ അണിനിരന്നു. നൈറ്റ് മാർച്ചിന് ശേഷം പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗത്തിൽ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ, മുൻ MLA പ്രദീപ് കുമാർ, വിവിധ LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.